നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യപ്രചാരണം അവസാനിച്ചു. കോതമംഗലത്ത് കൊട്ടിക്കലാശം ആവേശമായി. നൂറുകണക്കിന് പ്രവർത്തകർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലായിടത്തും ഓടിയെത്തി. കൊടികളും ചിഹ്നങ്ങളും ഏന്തിയ അനേകം പേർ മുദ്രാവാക്യങ്ങളുമായി നഗരം ചുറ്റി. ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോ നഗരം ഇളക്കിമറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണങ്ങൾക്ക് സമാപനം. സമയപരിധി ബുധനാഴ്ച വൈകിട്ട് 6-ന് അവസാനിച്ചതോടെ എല്ലാവിധ പ്രചരണ പരിപാടികൾക്കും കൊട്ടിക്കലാശമായി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നൂറുകണക്കിന് പ്രവർത്തകർ കോതമംഗലത്ത് കൊട്ടിക്കലാശം ആവേശോജ്വല പ്രകടനമാക്കി മാറ്റി. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച റോഡ് ഷോ നഗരത്തെ ഇളക്കിമറിച്ചു. നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയുടെ മുൻപിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. റോഡ് ഷോ സമാപിച്ചതിന് ശേഷം വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ കൊട്ടിക്കലാശം നടന്നു. കോൺഗ്രസ്, BJP എന്നീ പ്രവർത്തകരുടെ കൊട്ടിക്കലാശങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ സമീപത്തു നിന്നും LDF-ന്റേത് ചെറിയ പള്ളിത്താഴത്തു നിന്നുമാണ് ആരംഭിച്ചത്. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് പിന്തുണയുമായി സംഘടിപ്പിച്ച പ്രചാരണ സമാപന പരിപാടികൾ നഗരത്തെ ചുവപ്പണിയിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയ നൂറുകണക്കിന് ഇടത് പ്രവർത്തകരാണ് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ടൗണിൽ അണിനിരന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുദ്രാവാക്യങ്ങളായി മുഴക്കിക്കൊണ്ടായിരുന്നു NDA പ്രവർത്തകരുടെ കൊട്ടിക്കലാശവും പ്രകടനവും. BJP സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന്റെ മികവുകൾ പ്രവർത്തകർ ആവേശപൂർവ്വം കൊട്ടിയറിയിച്ചു. വിവിധ മുന്നണികൾ പരസ്യ പ്രചാരണത്തിന്റെ ഭാഗമായി നഗരത്തിലെത്തിയതോടെ ജനാധിപത്യത്തിന്റെ ഉത്സവ ലഹരി പതഞ്ഞു പൊങ്ങുകയായിരുന്നു എവിടെയും. നിശബ്ദ പ്രചാരണം മാത്രം അനുവദനീയമായ അവസാന 48 മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരാനോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനോ പാടില്ല എന്നാണ് നിയമം. ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മീഡിയ 60 കോതമംഗലം.